അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പയ്യന്നൂർ സ്വദേശിയായ BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ 25,000-ഓളം BLOമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് BLOമാർ. ഭക്ഷണം പോലും കഴിക്കാതെ രാത്രിയും പകലും ജോലി ചെയ്യേണ്ടി വരുന്നു. എല്ലാ സ്ഥലങ്ങളിലും സൂപ്പർവൈസർമാർ സഹായിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഫോമുകൾ വിറ്റഴിക്കാനാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും BLOമാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലെ BLOയുടെ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. ഒറ്റയ്ക്ക് നടന്നാണ് എനിക്ക് ഇതുവരെ യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ നടക്കുന്നത്. രാത്രി 10:30 വന്നത്. രാത്രി 8-9 മണിക്കൊക്കെ നടക്കുമ്പോ പട്ടികളുടെ ശല്യമുണ്ട്. അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് എന്താ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. വെളുപ്പിന് പോകുന്നുണ്ട്, ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണതുണ്ട്. ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല. ഇലക്ഷൻ കമ്മീഷനാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തു പണിയെടുത്തിട്ട് മരണപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മീഷൻ ആൻഡ് ദ BLO. അത് ആദ്യം മനസ്സിലാക്കണം. സസ്പെൻഷൻ, അച്ചടക്ക നടപടി, ഇങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ നല്ലൊരു സംശുദ്ധ വോട്ടർ പട്ടികയാണെന്നാണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. അതിന് ഞങ്ങൾ ബലിയാടാവേണ്ട ആവശ്യമില്ല. എന്നെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് SIR ഉണ്ടെന്നും 24 hours വർക്ക് ചെയ്യണമെന്നും ഒരു എഗ്രിമെന്റിലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂ എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ ആണെങ്കിലും ഐ ആം റെഡി ടു ഫേസ്. ഐ ആം ഷുവർ ദാറ്റ് ആൻഡ് ഫോർ ഓൾ സൂപ്പർവൈസർ. ഈ നിമിഷം വരെ ഒറ്റ സൂപ്പർവൈസറെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഈ പരിപാടികൾ പൊളിയെന്ന് മനസ്സിലായപ്പോഴാണ് ഒന്നും ചെയ്യേണ്ട, എങ്ങനെയെങ്കിലും വിറ്റഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉയരുന്ന പ്രധാനപ്പെട്ട പരാതികൾ. ചെറുതല്ല കേട്ടോ. ഗോപാൽ ശീലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശീലാസനൽ, നമുക്ക് കുറേയധികം സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ തന്നെ ചില ആളുകൾ പ്രതികരിച്ചത് വളരെ രൂക്ഷമായിട്ടാണ്. അവരവരുടെ ഗതികേട് കൊണ്ട് അങ്ങനെ പ്രതികരിച്ചു പോകുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്കകൾ എന്തൊക്കെയാണ് ഗോപാൽ ശീലാസനൽ ഈ BLOമാർക്ക്? ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികവും അതുപോലെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു വിഷമവും ഒക്കെയാണ് നമുക്ക് ആ ശബ്ദ സന്ദേശത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. ആ ഉദ്യോഗസ്ഥ, തൃശ്ശൂരിലെ ഒരു BLO ആയി വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥയുടെ ശബ്ദ സന്ദേശമാണ് നമുക്കിപ്പോൾ അല്പനേരം മുൻപ് ഇവിടെ ഓൺ എയറിൽ കാണിച്ചത്. അതിൽ അവർ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അവർ നേരിടുന്ന പ്രതിസന്ധികളാണ്. രാത്രി 10:30 മണി വരെയും റോഡിൽ കൂടി ഒറ്റയ്ക്ക് നടന്ന് വീടുകൾ കയറി ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യേണ്ട സ്ഥിതിയാണെന്നാണ്. തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. പലപ്പോഴും അറിയാത്ത ഇടങ്ങളിൽ മറ്റു നാടുകളിൽ നിന്ന് ഇവിടേക്ക് വന്ന് അറിയാത്ത ഇടങ്ങളിലേക്ക് വഴി പോലും അറിയാതെ രാത്രിയിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ പോലും, പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അത്രത്തോളം സമ്മർദ്ദം. ദിവസം ഇത്ര എന്യൂമറേഷൻ ഫോമുകൾ വിറ്റഴിച്ചിരിക്കണം, വിതരണം ചെയ്തിരിക്കണം, അത് വൈകുന്നേരത്തിനകം കൃത്യമായി തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഊണും ഉറക്കവുമില്ലാതെ ആരോഗ്യമോ മാനസികാരോഗ്യമോ ശ്രദ്ധിക്കാതെ ഇവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥ കൃത്യമായി തന്നെ ആ സ്ത്രീ വിശദീകരിക്കുന്നുണ്ട്. ഇവർ ജോലിക്ക്, അതായത് BLOമാരായി ചുമതലപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ SIR പ്രവർത്തനം ഉണ്ടാകുമെന്നോ 24 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമെന്നോ ഉള്ള ഒരു കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ SIR പ്രവർത്തനങ്ങളുടെ കാര്യവും ഇതിത്ര കർശനമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ജോലിയാണ് എന്ന തരത്തിലേക്കുള്ള അറിയിപ്പുകളുമൊക്കെ വരുന്നത്. അതിലെന്തെങ്കിലും മുടക്കം വന്നാൽ, എന്തെങ്കിലും തരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഭീഷണിയും താക്കീതുകളും ഒക്കെ ഇവരെ വലിയ സമ്മർദ്ദപ്പെടുത്തും. അതിൽ ആ ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്, സസ്പെൻഷനും അച്ചടക്ക നടപടിയും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല, ഫീൽഡിൽ കിടന്ന് ചത്തു പണിയെടുത്ത് മരിക്കേണ്ടതില്ല, അതിന് നിൽക്കേണ്ടതില്ല എന്നൊക്കെയാണ് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഗോപാൽ ശീലാസനൽ പറഞ്ഞതുപോലെ ഇതൊരു പരാതി മാത്രമല്ല കേട്ടോ, ഒരുപാട് പരാതികൾ വരുന്നുണ്ട്.